അമ്പമ്പമ്പാ എന്താ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നേ? ഇപ്പോൾ വീഡിയോൻ്റെ താഴെ വന്നിട്ട് എല്ലാവരും പറയും കുറേ കാലം രേണുസുധീനെ വിറ്റ് ജീവിച്ചു, ഇപ്പോൾ ദാ അഹാന കൃഷ്ണേൻ്റെ മേലെയാണോ എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ മതി, നിർത്തി, അവസാനിപ്പിച്ചു. ഇന്നലത്തോടു കൂടി അഹാനേൻ്റെ ടോപ്പിക്ക് വിടാം. ഇനി തന്നെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരും, അപ്പം നോക്കാമെന്ന് കരുതി നിൽക്കുന്ന സമയത്താടാ ഇങ്ങനൊരു വീഡിയോ എൻ്റെ മുന്നിൽ കണ്ടാൽ പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെയും മെഞ്ഞാനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷനായിരുന്നു എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മു വേണമെന്ന്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, എൻ്റെ വീട്ടിൽ അമ്മു വേണ്ട. അയ്യോ വേണ്ട, ഇങ്ങനത്തെ ഒരു അമ്മു എൻ്റെ വീട്ടിൽ വേണ്ട. എൻ്റെ വീട്ടിൽ ഓൾറെഡി ചിക്കു ഉണ്ട്, ഞാൻ ധാരാളം സന്തോഷം, സമാധാനം, നല്ല സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട്. ഇനി വെറുതെ പുതിയ വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ടേലോ. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ കൂടെ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഞാൻ നല്ല വിശദീകരിച്ചിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ആൻഡ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ ഈ റിലേറ്റഡ് ടോപ്പിക് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്തു ഹൈപ്പും അടിച്ചോളി. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് ആരംഭിക്കാം. ഈ വീഡിയോൻ്റെ ഒരു ആരംഭം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇന്ന് സൺഡേ ആണ്, ഞാൻ കറൻറ്റ്ലി എൻ്റെ ഓഫീസിലാണുള്ളത് ആൻഡ് ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമല്ല. ഞാൻ കുറച്ച് എൻ്റെ ഡിസ്ചാർജ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഒരു ബ്രേക്ക് ടൈമിലിരുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ വേഗം അവിടെ ഇരുന്നിട്ട് ഞാൻ കണ്ടു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കോവർക്കേഴ്സ് ചോദിക്കുന്നത് നീ എന്ത് വീഡിയോ കാണുന്നത്? ഞാൻ ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കാരണം ആ ഒരു ഫാമിലിയിൽ അവർ എല്ലാവരും എത്രത്തോളം ഈ കുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബേബിയാണ് ഓമി. അപ്പോൾ ഓമീൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാം ഒരു ഗ്രാൻഡ് സാധനമാവുമെന്ന് പ്രതീക്ഷിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അത് ഫ്ലീന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നുവെച്ചാൽ ദിയയും അശ്വിനും മാത്രമായിട്ടുള്ള ഒരു അവരുടേതായ ഒരു പേഴ്സണൽ ബേബി സെലിബ്രേഷൻ, ഈവൺ ഒരു കേക്ക് കട്ടിങ് പോലും കണ്ടിട്ടില്ല. അവർ മലേഷ്യയിലായിരുന്നു, പിന്നെ കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എന്നല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സെലിബ്രേഷൻ കാണുമ്പം എല്ലാവരും എന്തായാലും എടുത്തു നോക്കും. പിന്നെ ഇവരുടെ സെലിബ്രേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം അറേഞ്ച്ഡ് ആണ്, എല്ലാത്തിനും അതിൻ്റെതായുള്ള ഒരു രീതി ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഡ്രസ്സിലാണെങ്കിലും ഡെക്കോറിലാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇഷാനീൻ്റെ ബർത്ത്ഡേ, അല്ല ഒരു ഹൻസികേൻ്റെ ബർത്ത്ഡേ, അല്ല ഒരു അഹാനേൻ്റെ ബർത്ത്ഡേ, ദിയേൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇപ്പോൾ ഫൈൻ. ഇവർ മൂന്നാളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇവരുടെ കുടുംബക്കാർ, ഇവരുടെ ഫ്രണ്ട്സ്, സിന്ധുകൃഷ്ണേൻ്റെ ഫ്രണ്ട്സ്, അഹാനേൻ്റെ ഫ്രണ്ട്സ്, ഇഷാനീൻ്റെ ഫ്രണ്ട്സ്, ദിയേൻ്റെ ഫാമിലി, ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇവരൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. എന്നാൽ ഈ ഓമി ബേബിയുടെ അതും ഫസ്റ്റ് ബർത്ത്ഡേ ആരുമില്ല. ഫ്രെയിമിലാകെ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഇവരുടെ 4 മക്കളും ദിയയും ദിയയും ദിയയുടെ ഹസ്ബൻഡും അപ്പച്ചിയും ബേബിയും പിന്നെ കുറച്ച് ക്യാമറാമാൻമാർ. അപ്പം തന്നെ ഞാൻ ഞെട്ടി. എൻ്റെ മനസ്സിൽ 3 ചോദ്യങ്ങളാണ്. എവിടെ പോയി അർജുൻ 24 മണിക്കൂറുള്ള? എവിടെ പോയി നിമിഷ് പിന്നെ കുറച്ച് ആളുടെ തിരക്ക് കാരണം ഇതാണ്. എവിടെ പോയി ഇവരുടെ ഫ്രണ്ട്സ്? ഈ ഒരു ചോദ്യം വന്നു. അതിലും കൂടുതൽ എൻ്റെ മനസ്സിൽ വന്ന അടുത്തൊരു ചോദ്യം, എവിടെ പോയി അശ്വിൻ ഗണേഷിൻ്റെ ഫാമിലി, ദ സോ കോൾഡ് മീനമ്മ? ഞാൻ എവിടെ പോയി? കാരണം അശ്വിനും ദിയയ്ക്കും കൂടെ ഉണ്ടായ ഒരു ബേബിയാണ്. അപ്പം ദിയയുടെ ഫാമിലി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നോ, അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അശ്വിൻ്റെ ഫാമിലിയും പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. പക്ഷെ അവരെ ഈ ഫ്രെയിമിൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കം തൊട്ടിരുന്നങ്ങനെ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ കുറേ കാര്യങ്ങൾ പോയി. ആദ്യം പോയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, അശ്വിൻ അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അത് ഫീൽ ചെയ്യാത്ത ഭാഗം ഏതാന്ന് പറഞ്ഞാൽ, ഇവർ എല്ലാ കസിൻസും ഉള്ളിൽ കയറിയിട്ട് ഓമി എന്ന് പറഞ്ഞ് ഭയങ്കര വിളിക്കുന്നു. അപ്പോൾ ദിയയും അശ്വിനും ഓമിയും കൂടെ എൻട്രി ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ആ എൻട്രി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവിടെ അശ്വിൻ വലിയൊരു കൂടണല്ലോ എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടാണ് വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇവർ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാവരും ഫ്രെയിമിൽ വന്ന് നിൽക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, എല്ലാം. ഓവറോൾ പെർഫോമൻസിൽ അഹാനയുടെ ഒരു ബൂസ്റ്റ് ഓഫ് എനർജി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പൊതുവെയുള്ള എല്ലാ ഫംഗ്ഷനിലും നോക്കിയാലും അതിലൊരു മെയിൻ പേഴ്സൺ അഹാനയാണ്. പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്, പരിപാടി അറേഞ്ച് ചെയ്യുന്നത്, എല്ലാവരോടും സംസാരിക്കുന്ന, വിളിക്കുന്ന, എല്ലാത്തിലും.
പക്ഷേ ഇവിടെ അഹാനയിൽ ഒരു സൈലൻസ് ഉണ്ട്. അഹാനേൻ്റെ ഒരു അടിച്ചുപൊളി ജിൽ 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 സാധനങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ആൻഡ് ചില സ്ഥലങ്ങളിൽ അഹാനയിൽ ഒരു സൈലൻസ് ഉണ്ട്. സിന്ധു കൃഷ്ണൻ്റെ ബാക്കിൽ, കൃഷ്ണകുമാറിൻ്റെ ബാക്കിലൊക്കെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഏകദേശം അഹാനയും അശ്വിനും തമ്മിൽ എന്തൊക്കെയൊക്കെയോ പ്രശ്നമുണ്ട്. അൺഫോളോ വന്നു, ദിയയ്ക്കും എവിടെയോ ഒരു കരടുണ്ട്, എന്നാൽ കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ജിങ്കോ ജിങ്കയായി പോകുന്നു എന്നുള്ളൊരു സാധനമൊക്കെയാണ് കാണുന്നത്. പൊതുവെ എല്ലാവരുടെ വീഡിയോയിലും അഹാന കുറച്ച് കുറവാണ്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മെയിൻ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ബർത്ത്ഡേ പോകുന്നത്. ഓക്കെ ഫൈൻ, എന്തോ ആവട്ടെ. അങ്ങനെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ പെടുന്നത്. ഈ വീഡിയോ കണ്ട സമയം ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് ദിയൻ്റെ വീഡിയോ പോയി നോക്കുന്ന സമയത്ത് ആ പീസ് കാണുന്നില്ല. അതിൽ കറക്റ്റ് എഴുതിയ കുറേ കമൻസ് ഉണ്ട്. 16.3 ഭാഗം ട്രിം ചെയ്തല്ലോ. അപ്പം അങ്ങനെ ട്രിം ചെയ്യണമെങ്കിൽ എന്തോ ഒന്ന് പാളിപ്പോയല്ലോ. അപ്പം ഞാൻ കരുതി ആ വിഷയത്തെക്കുറിച്ച് നമുക്കങ്ങ് സംസാരിക്കാം. അപ്പം ആദ്യം ഞാൻ കണ്ട വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഷോർട്സ്. എന്നാൽ ഞാൻ ആ അക്കൗണ്ട് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ കണ്ട വീഡിയോ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ വീഡിയോൻ്റെ താഴെ എല്ലാവരും ട്രിംഡ് എന്ന് പറഞ്ഞു. ട്രിംഡാണ്, ട്രിംഡായ പീസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കമ്പയർ ചെയ്തിട്ടുണ്ടേ അറിയാം. സെക്കൻഡ് വീഡിയോയിൽ ഓഫ് കോഴ്സ് ദിയ ട്രിം ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടായെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവരവിടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ടിങ്ങിലോട്ട് എത്തിയ സമയത്ത് ആ ഫ്രെയിമിൽ ആരൊക്കെ ഉണ്ട്? കൃഷ്ണകുമാർ, ഭാര്യ, അഹാന, ഇഷാനി, ഹൻസിക, ദിയ, അശ്വിൻ, കുഞ്ഞാവ, അതിൻ്റെ കൂടെ അപ്പച്ചിയും കൂടി ഉണ്ട്. ഈ അപ്പച്ചി ഇവരുടെ ഫാമിലി, സിന്ധു കൃഷ്ണൻ്റെയോ കൃഷ്ണകുമാറിൻ്റെയോ ഒരു ഫാമിലി റിലേറ്റീവാണ്. ഈ അപ്പച്ചിയുടെ ഒരു മെയിൻ റോൾ ആ വീട്ടിൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീസാണ്, കിച്ചൺ ഡ്യൂട്ടീസാണ്. അത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന അപ്പച്ചിയാണ്. പൊതുവെ ഇവരുടെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടേ അറിയാൻ പറ്റും. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കും, വെജിറ്റബിൾസ് പുഴുങ്ങി വെക്കും. അഹാന ഓരോ ദിവസം ചെല്ലുമ്പോൾ അപ്പച്ചി ഈ കറി എന്നൊക്കെ പറയുന്ന സമയത്ത് ഉപ്പേരികൾ 2 ഉപ്പേരികൾ ഉണ്ടാവും, പിന്നെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും. ഇതെല്ലാം ടേബിളിൽ ഉണ്ടാക്കി വെക്കുന്നത് ഈ പാവാണ്. ബാക്കി ക്ലീനിങ് ഒന്നും എനിക്കറിയില്ല, അതൊന്നും വ്ളോഗിൽ കാണിച്ചിട്ടില്ല. ഒരു കുക്ക്, അപ്പച്ചിയുടെ റൂമും സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവർ അപ്പച്ചീനെ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നു ആക്കുന്നൊക്കെ ഉണ്ട്. അതൊരു സൈഡ് കിടക്കട്ടെ. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ ആണ്. എന്ന് വെച്ചാൽ ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിലും കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ അപ്പച്ചി എന്ന് പറയുന്നത്. ചില ദിവസം അപ്പച്ചി മോരുകറി ഉണ്ടായി തരുമോ, അപ്പച്ചി വൈതനങ്ങ ഫ്രൈ തരുമോ, അപ്പച്ചി ചമ്മന്തി ഉണ്ടായി തരുമോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ പാവാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്ത സമയത്ത് ഈ ഫ്രെയിമിൽ അപ്പച്ചിയും വന്നു. അപ്പച്ചി വന്ന സമയത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അപ്പച്ചി ആദ്യം അഹാനേൻ്റെ ബാക്കിലായിരുന്നു. അവിടെ നിന്നിട്ട് ഹൻസിക പറയുകയാണ്, അപ്പച്ചി വാ ഞങ്ങളുടെ കൂടെ ഇപ്പുറത്ത് നിൽക്കുകയെന്ന്. അങ്ങനെ ഹൻസികേൻ്റെയും ഇഷാനീൻ്റെയും കൂടെ അപ്പച്ചി പോയി നിന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പച്ചീൻ്റെ ഡ്രസ്സിൽ എന്തോ ഭാഗം കണ്ടപ്പം സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്, അപ്പച്ചി ഇതൊന്ന് റെഡിയാക്കി ഇടുന്നു. അതും അവിടെ റെഡിയാക്കി ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വന്തം അഹാന ചേച്ചി പറയുകയാണ്, അപ്പച്ചി അവിടെ പോയിരുന്ന് കണ്ടോ എന്ന്. ദാറ്റ് മീൻസ് ഈ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ഫ്രെയിമിൽ നിന്നും വീഡിയോയിൽ നിന്നും അപ്പച്ചീനെ അങ്ങ് ഒഴിവാക്കി. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പച്ചി അവിടേക്ക് നിൽക്ക്, അപ്പച്ചി അവിടെ ഇരുന്ന് കണ്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് അഹാന എന്ന് പറയുന്ന എല്ലാ വീട്ടിലും ഉണ്ടാവേണ്ട അമ്മു അപ്പച്ചീനെ ഒഴിവാക്കിയേ? ഈ അഹാനയ്ക്ക് കഴിക്കാനുള്ള ഫുഡ്, ഈ കൃഷ്ണകുമാറിന് കഴിക്കാനുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പാവാണ്. ആ പാവ ഫ്രെയിമിൽ നിന്നാൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ദിസ് ഷോസ് യുവർ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് അഹാന, യുവർ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. ഇന്നലെ വീഡിയോ ചെയ്ത സമയത്തും കുറേ അഹാനേൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ബിച്ചെന്ന് വിളിച്ചതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് സമതലത്തിൽ സംസാരിച്ചതാണ്.
പക്ഷേ ഈ ഒരു സാധനത്തിൽ എൻ്റെ പൊന്നഹാനെ ഒരു രീതിയിലും പറയാൻ പറ്റില്ല. നിങ്ങൾ മനഃപൂർവ്വം അവർ അവോയ്ഡ് ചെയ്തതാണ്, നിങ്ങൾ മനഃപൂർവ്വം അവർ ഫ്രെയിമിൽ നിന്ന് കളഞ്ഞതാണ്. ക്ലിയർ കട്ടായിട്ട് പറയുന്നത് നിങ്ങൾ കളഞ്ഞതാണ്. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ വൈ ദിയ ഈ വീഡിയോ ട്രിം ചെയ്തു? ദിയയ്ക്ക് ആ വീഡിയോ അതുപോലെ ഇട്ടാൽ മതിയായിരുന്നല്ലോ. ദിയ ട്രിം ചെയ്തല്ലോ. എൻ്റെ ആ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസുകൾ കുറേ ദിയ എടുത്ത് ഡിലീറ്റ് ചെയ്ത്, ട്രിം ചെയ്തതുകൊണ്ടും ഡിലീറ്റ് ചെയ്തുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നത്. ഇവൻ എത്ര വീഡിയോക്കാർ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ വീഡിയോ കണ്ട ആരെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കല്ല. പക്ഷേ എനിക്കിത് സംസാരിക്കണം. എടാ, ഇതൊരു ക്വാളിറ്റിയാടാ. ഒന്നിൽ എത്ര കാലമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ വീഡിയോ ആയിട്ട് വരും, അപ്പച്ചീനെ വീഡിയോയിൽ മാറ്റിയില്ല, അപ്പച്ചിക്ക് സങ്കടമായോ, അപ്പച്ചിക്ക് വിഷമമായോ? അപ്പച്ചി അറിയാം, ഇല്ല മോളെ, ഞാൻ അവിടെ ഇരിക്കാൻ കരുതിയതാ, എനിക്ക് വയ്യായിരുന്നു. എന്ത് പറഞ്ഞാലും ദാറ്റ് ഷോസ് യുവർ ആറ്റിറ്റ്യൂഡാ. ഇഷാനി പറഞ്ഞോ, ഹൻസിക പറഞ്ഞോ, ദിയ പറഞ്ഞോ, അശ്വിൻ പറഞ്ഞോ, കൃഷ്ണകുമാർ പറഞ്ഞോ, സിന്ധു കൃഷ്ണ പറഞ്ഞോ, ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം വൈ അഹാന? അഹാനയ്ക്ക് ഇത്ര പേര് മാത്രം മതിയോ അഹാനൻ്റെ കുടുംബത്തിൽ? വേറെ ആരും അഹാനൻ്റെ കുടുംബത്തിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ അമ്മച്ചീനെ മാറ്റിയേക്ക്, നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോ. ദെൻ വാട്ട്സ് എ റോൾ ഓഫ് അപ്പച്ചി ഇൻ യുവർ ഫാമിലി? വാട്ട്സ് എ റോൾ? ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. ഈ വീഡിയോൻ്റെ താഴെ കുറേ അടിപൊളി കമൻസ് വന്നിട്ട്, അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കമൻസും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ കമൻസും ഇത് നമുക്ക് 1 by 1 ആയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമൻറ്റ്, ഡിലീറ്റിംഗ് ഓൾ ദ കമൻസ്. അതാണ് ആദ്യം വന്ന കമൻറ്റ്. സത്യടാ, ഒരുപാട് കമൻസുകൾ ഞാൻ ആദ്യം റിയാക്ട് ചെയ്ത വീഡിയോൻ്റെ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഇവരുടെ വീഡിയോൻ്റെ താഴെ അഹാനയ്ക്ക് എഗെയിൻസ്റ്റ് വന്ന കമൻറ്റുകളാണ് ആ സൈഡിൽ കൂടെ കാണിക്കുന്നത്. ഈ കമൻസ് ഒന്നും ഇപ്പോൾ ദിയേൻ്റെ പേജിൽ കാണുന്നില്ല. ദാറ്റ് മീൻസ് ദിയ ഈസ് ഡിലീറ്റിംഗ് ദ കമൻറ്റ്. വൈ ഡു യു വോണ്ട് ടു ഡിലീറ്റ് ഓൾ ദോസ് കമൻറ്റ്? ഇനി അടുത്തൊരു സാധനം, മിസ് അഹാന കൃഷ്ണകുമാർ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വളർന്നത്? ഫോർ കുക്കിംഗ്, ഫോർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹോം യു വാണ്ട് ദറ്റ് അപ്പച്ചി, but during cake cutting ceremony in photos you only want your parent, sibling Ashwin and the baby. Don't be this bad. I was a person who like Ahana and I like your family very well before. And Miss Diya Krishna, if you want to delete comment, you can. But the incident will not go from our mind. Because of subscribers and non-subscribers watching your video, you get income from YouTube. That's it. അഹാനേനെ ഉണ്ടായിരുന്ന ഇഷ്ടം ഡേ ബൈ ഡേ മനുഷ്യന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട് നോക്കാനും കാര്യങ്ങൾ ചെയ്യാനും മോരുകറി ഉണ്ടാക്കാനും അഹാനയ്ക്ക് അപ്പച്ചി വേണം. കേക്ക് കട്ടിങ്ങിൻ്റെ ഫ്രെയിമിലോട്ട് വരുമ്പോഴേക്ക് അപ്പച്ചി പാടില്ലേ, അപ്പച്ചി ഫ്രെയിമിൽ നിന്ന് പോണേ, ഞങ്ങൾ മാത്രം മതിയേ. വാട്ട് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്? ഞാൻ ദിയ കൃഷ്ണനോട് പറയാം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും നോൺ സബ്സ്ക്രൈബേഴ്സും ഇരുന്ന് വീഡിയോ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. ആ റീച്ചിൽ നിന്നാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ കമൻറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. നമ്മളെപ്പോലെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചങ്കൂറ്റത്തോടു കൂടി വന്നിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അടുത്തത് 16:03 സെക്കൻഡിലാണ് ലേഹാന, അപ്പച്ചി ആയിരുന്നാലും നീ എൻ വേലക്കാരി, അവിടെ പോയിരി. ബട്ട് ഹൻസു അപ്പച്ചിയെ വിളിച്ച് ഫസ്റ്റ് അടുത്ത് നിർത്തി. ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സാധനമാണ്. എന്നാൽ ഈ വേലക്കാരി ഒന്നും ഞാൻ പറയുന്നില്ല. ആ ഫ്രെയിമിൽ നിന്ന് അപ്പച്ചീനെ ആഹാനെ അങ്ങ് ഒഴിവാക്കി. പക്ഷെ അൻസു ആണ് വിളിച്ച് അപ്പച്ചീനെ അടുത്ത് നിർത്തിയത്. ഇവർക്കെല്ലാം കണ്ടന്റ് മാത്രമാണ്, അല്ലാണ്ട് പരസ്പരം സ്നേഹമൊന്നുമില്ല. എല്ലാം ആക്ടിങ് ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണാനുള്ള ഇത് മാത്രമേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അഹാൻ അപ്പച്ചിയെ ഔട്ടടിക്കുന്നത് കട്ടാക്കണ്ട, എല്ലാവരും കണ്ടു. സത്യ ആ പീസ് ദിയ ട്രിം ചെയ്തേക്കാണ്. എന്ത് ട്രിം, എല്ലാവരും കണ്ടില്ലേ. പാവ് അശ്വിൻ, he is like a side character in this video, even though his son's birthday look like he has no role when it comes. അശ്വിൻ്റെ ഫാമ് വേണ്ടേ? എത്ര സർപ്രൈസ് ആയാലും ഇതെന്ത് ഇങ്ങനെ ഗ്ലാം മാത്രമാണ് ഒക്കെ പോയിന്റ് അല്ലേ? കാരണം അശ്വിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓമീസ് ലൈഫ്. വൈ നോട്ട് അശ്വിൻസ് ഫാമിലി? അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വ്യക്തിയാക്കി മാറ്റിയത് ഓഫ്കോഴ്സ് അശ്വിൻ്റെ അച്ഛനും അമ്മയും കുടുംബം തന്നെയാണ്. ഒരു ദിയനെ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ പരിപാടിയിൽ നിന്നും ഒഴിവാക്കല്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, അശ്വിൻ്റെ ഫാമിലിക്ക് വേണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോട്ടെ. എടാ അതല്ലടാ, അതല്ല. അത് നമ്മൾ പാവങ്ങളുടെയൊക്കെ സെലിബ്രേഷൻ എങ്ങനെയാണ്. പാവം അശ്വിൻ, he is like the side character in this video even though his son's birthday look like he has no role when it comes to his family. It's understandable. KK share a special bond with Omi, but he should acknowledge that Ashwin was the one to hold Omi to cut, not him. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഓമി കൃഷ്ണകുമാറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ടായിരിക്കും.
അശ്വിൻ്റെ ഫാം വേണ്ടേ? എത്ര സർപ്രൈസ് ആയാലും ഇതെന്താ ഇങ്ങനെ ഗ്ലാം മാത്രം മതി എല്ലാവർക്കും എന്ന് വെച്ചാൽ അശ്വിൻ്റെ ഫാമിലിയും കൂടെ വേണ്ടേന്ന്. ദി ആർ ഡിലീറ്റിംഗ് ദ കമൻറ്റ് 16:3. നെഗറ്റീവ് വന്നപ്പോൾ അഹാന അപ്പച്ചിയെ മാറ്റി നിർത്തുന്ന ഏരിയ കട്ട് ചെയ്തു. അഹാന അപ്പച്ചിയെ ഔട്ടടിക്കുന്നത് കട്ടാക്കണ്ട, എല്ലാവരും കണ്ടു. അശ്വിൻ്റെ ഫാം വേണ്ട എത്ര സർപ്രൈസ് ആയാലും. ആഹാ ന്യൂ അമ്മൂമ്മയായ അപ്പച്ചിയെ അഹാന എന്തിനാ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? അശ്വിൻ്റെ ഫാമിലി ഇല്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഉടനീളം വന്നത് ഈ 2 സെറ്റ് ഓഫ് കമൻസാണ്. കമൻറ്റ് ഇനിയും വായിക്കാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് ട്രിം ചെയ്തോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കമൻസ് ഒക്കെ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. 2 സെറ്റ് ഓഫ് കമൻ്റ് ആണ്. വേർ ഇസ് അശ്വിൻസ് ഫാമിലി ആൻഡ് സെക്കൻഡ് തിങ് അബൌട്ട് അഹാനാസ് ആറ്റിറ്റ്യൂഡ്. അശ്വിൻസ് ഫാമിലി ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കായിരുന്നു, അവരെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈവൻ ദിയേൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഓഫ് കോഴ്സ് പിന്നെയും പറയാം, വേണ്ടാന്ന് കരുതാം. നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ഓഫ് കോഴ്സ് പറയാം. കാരണം ഞാൻ പൊതുവെ ഇവരുടെ ഫാമിലീൻ്റെ ബർത്ത്ഡേക്ക് പോലും അശ്വിൻ്റെ ഫാമിലി വന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ആട്ടെ. പക്ഷേ ഇത് ആ ബേബിയുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ എത്രയൊക്കെ സർപ്രൈസ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചൂടെ? കാരണം അവർ പലതും സെലിബ്രേറ്റ് ചെയ്യുന്നത് പലതും കണ്ടിട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് ഇവൻ പെണ്ണ് കാണലിന് വരുന്ന സമയം തന്നെ ഒരു തട്ടിൽ കുറേ എന്താ പറയുക പൂവും അതും ഇതും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് കാണാൻ വന്നത്. പിന്നെ പല ഫങ്ഷൻസിലും ദിയ വരുന്ന സമയത്ത് ദിയനെ എനിക്ക് ഓർമ്മയുണ്ട് എന്താ പരിപാടി, ഈ 7 മാസത്തെ വളകാപ്പ് പരിപാടിയിലെ ചില ചടങ്ങുകളും വീട്ടിൽ പോകുന്ന വ്ളോഗിലും മുല്ലപ്പോൾ ഇങ്ങനെ അവർക്ക് അവരുടേതായ കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബേബീൻ്റെ കേസിൽ വരുമ്പോൾ അവർക്ക് ആ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയിലോട്ട് അശ്വിൻ്റെ ഫാമിലീനെ ഉൾക്കൊള്ളിക്കാത്തത് ശരിക്കും വളരെ റോങ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഐ ഹാവ് ടു സേ വൺ തിങ് ടു അശ്വിൻ വൈ ആർ യു ലൈക്ക് ദിസ്? താൻ എന്തുകൊണ്ടാണ് തൻ്റെ ഫാമിലിക്ക് ഒരു വാല്യൂവും ഒരു ഇമ്പോർട്ടൻസും ലൈഫ് കൊടുക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ അവർ വിളിച്ചില്ലെങ്കിലും അശ്വിൻ ഒരു സ്റ്റാൻഡ് ഇട്ടൂടെ? എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മയും അച്ഛനും വേണം എന്നുള്ളത് എന്തുകൊണ്ടാണ് അശ്വിൻ അത് പറയാൻ പറ്റാത്തത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ ഓഫ് കോഴ്സ് ദിയും അശ്വിൻ്റെ ഫാമിലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ അശ്വിൻ്റെ ഫാമിലിയായിട്ട് പ്രശ്നമല്ലല്ലോ. അപ്പം അശ്വിൻ അഹാനെ അൺഫോളോ ചെയ്തു ഇല്ലേ? അഹാന തിരിച്ച് അശ്വിനെയും അൺഫോളോ ചെയ്തു. ഈ ബർത്ത്ഡേ പരിപാടിക്ക് അശ്വിൻ വരുന്നുണ്ട്, അഹാന വേണ്ടാന്ന് കുടുംബം തീരുമാനിച്ചോ? ഇല്ലല്ലോ, അഹാന പരിപാടിക്ക് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അശ്വിൻ തെറ്റി, ഞാൻ അഹാനയോട് മിണ്ടുന്നില്ല എന്ന് ദിയ പറഞ്ഞോ? ദിയ പറഞ്ഞിട്ടില്ല. ദിയ അഹാനയോട് മിണ്ടുണ്ട്. അശ്വിനും അഹാനയും പ്രശ്നം നിങ്ങളുടെ പ്രശ്നം അവിടെ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ അവോയ്ഡ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ വീട്ടിൽ പോകുന്ന കാര്യങ്ങൾ വ്ളോഗ് എടുക്കുന്നില്ല. പണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പ് മീനമ്മേൻ്റെ അച്ചാർ, മീനമ്മേൻ്റെ മുന്തിരി ജ്യൂസ്, മീനമ്മേൻ്റെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നിരത്തി പിടിച്ച് വീഡിയോസ് ഇട്ടതല്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സാധനം വന്ന സമയത്ത് ഇല്ലാത്തത്? ഇറ്റ്സ് എ വെരി ക്വസ്റ്റ്യൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എടാ ഫാമിലി പ്ലേസ് എൻ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കാണിക്കാൻ നിൽക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾ അവരെ കൂട്ടിയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവർക്കും ഒരു വാല്യൂ കൊടുക്കുക. ഈ ഗ്ലാമർ ലുക്കും അല്ലെങ്കിൽ എന്താ പറയുക പൈസ ഫെയിം ഒന്നും നെവർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വൺസ് ലൈഫ്. ഇറ്റ്സ് ദെയർ ക്യാരക്ടർ. പൈസ പോയാൽ ഉണ്ടാക്കാം, ഗ്ലാമർ പോയാൽ ഉണ്ടാക്കാം, എന്തു ചെയ്യാം. ബട്ട് ഇഫ് യു ലൂസ് യുവർ ക്യാരക്ടർ അതങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. So please keep that in mind, Ashwin. Please, I am requesting you. Regret തോന്നരുത് at the end of the life. And to Ahana, ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സാധനം എനിക്ക് പറയാനുള്ളത്, what the shit that you doing? എന്തുകൊണ്ടാണ് ആഹാന ഇങ്ങനെ ആയത്? ഞാൻ സത്യം പറയാം, എനിക്ക് ആ 4 സിസ്റ്റേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആഹാന. കുറേ കാര്യങ്ങളിൽ, ഒന്ന് ആളുടെ ഹാർഡ് വർക്കിൽ, ഒന്ന് വീഡിയോസിൽ, ഒന്ന് എഡിറ്റിങ്ങിൽ, ഒന്ന് പ്രസൻറ്റേഷനിൽ, ഒന്ന് അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നത്, ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യുന്നത്, ഓർഗനൈസിങ്, ട്രാവലിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ആഹാന. ബട്ട് സീരിയസ്ലി ഈവൻ അമ്മൂമ്മയുടെ വിഷയം വരെ ഫൈനല്ല. പക്ഷേ ദിസ് ഈസ് സംതിങ് വെരി ഹേർട്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഈ അപ്പച്ചി അത്രയ്ക്ക് പാവാടാ. ഞാൻ ഈ ഇവരുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് അത്രത്തോളം കാണുന്ന വ്യക്തി എന്ന നിലയിൽ പറയും, ഈ അപ്പച്ചി ഭയങ്കര പാവ. എല്ലാം ഇവർക്ക് ചെയ്തു കൊടുത്ത് ഇവർക്ക് താങ്ങായി ഇവരെ സപ്പോർട്ടായി ഇവരുടെ കൂടി 24 മണിക്കൂറും ചേർന്ന് നിൽക്കുന്നൊരു പാവാണത്. അതിൻ്റെ അടുത്ത് എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് എത്ര ഹേർട്ടായിട്ടുണ്ടാവും.
ഒരു ഫ്രെയിം നിന്ന് അതിനെ മാറ്റി. ഇനി നിങ്ങൾ ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ തന്നാലും എന്ത് കാര്യങ്ങൾ തന്നാലും ദിസ് ഷോസ് യുവർ അമ്മൂസ് ക്യാരക്ടർ. എല്ലാ വീട്ടിലും വേണം എന്ന് പറയുന്ന അമ്മൂൻ്റെ ക്യാരക്ടറാണ്. നിങ്ങളുടെ ലൈഫ് ഇത്രത്തോളം ഈസി ആക്കി തരുന്ന, നിങ്ങളുടെ അമ്മേനെ ഇപ്പോൾ എപ്പോഴും പറയുന്നുള്ളൂ, എൻ്റെ അമ്മ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നു, എൻ്റെ അമ്മ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകുന്നു, അമ്മ രാവിലെ ജിമ്മിൽ പോകുന്നു, അമ്മ അൻസൂനെ കൂട്ടാൻ പോകുന്നു, അമ്മ തുണിക്കടയിൽ പോകുന്നു, അമ്മ ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി. ഇതിനെല്ലാമുള്ള ഒരു കംഫോർട്ടബിൾ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ഓഫ് കോഴ്സ് ദിസ് അപ്പച്ചിയാണ്. അപ്പച്ചി ഇല്ലെങ്കിൽ ആ വീട് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കേണ്ടത് ഈസ് യുവർ അമ്മാസ് ഡ്യൂട്ടി. നിങ്ങൾ പിന്നെ സെർവൻറ്റിനെ വെക്കും, കാരണം അതിനുള്ള കഴിവുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പോൾ മക്കൾക്കുള്ള ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇറ്റ്സ് അമ്മ യുവർ ഡ്യൂട്ടി. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെറ്റ് ഓഫ് ഫുഡ്, ഓരോ ആംഗിൾ, ഓരോ രീതി, അല്ലെ ഒരുപാട് വിഭവങ്ങളാണ്. അപ്പോൾ ഈ അപ്പച്ചി ഈസ് ദ പേഴ്സൺ ദാറ്റ് മേക്സ് യുവർ മോംസ് ലൈഫ് മോർ എന്താ പറയുക ഈസിയർ അല്ലെ ഹെൽപ്ഫുൾ. ആൻഡ് ആ വ്യക്തിയോടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഹാന ജസ്റ്റ് തിങ്ക്. ഇപ്പോൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഇഫ് കൃഷ്ണകുമാർ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക, നിങ്ങളുടെ മോള് ചെയ്തത് ശരിയാണോ. എന്നിട്ട് ഇഫ് യു ആർ സേയിങ് ആൾ ചെയ്തത് കറക്റ്റാണെന്ന്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്മൂനെ, ഒരു 2 എണ്ണത്തിനെയും കൂടെ വീട്ടിൽ വെക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അധികമൊന്നും പറയാനുള്ള. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മമ്മി അൺഫിൽറ്റേർഡ്. ബൈ.